നമസ്കാരം. അങ്ങനെ ഒടുവിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിക്കത്ത് കൈമാറി. ഇന്ന് രാവിലെയോടെയാണ് മോദി രാഷ്ട്രപതി ഭവനിൽ എത്തിയത്. മോദിയുടെ രാജി സ്വീകരിച്ച രാഷ്ട്രപതി അടുത്ത സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ കാവൽ പ്രധാനമന്ത്രിയായിരിക്കാൻ മോദിയോട് ആവശ്യപ്പെട്ടു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടന്നേക്കും എന്നാണ് വിവരം. ഛത്രപതി ശിവജി സ്ഥാനമേറ്റ് ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനം നടത്തിയതിന്റെ 350-ാം വാർഷികമാണ് ശനിയാഴ്ച. അന്ന് തന്നെ സത്യപ്രതിജ്ഞ നടത്താനാണ് തീരുമാനം. ഇന്ത്യ സഖ്യവും സർക്കാർ രൂപീകരണ സാധ്യതകൾ തേടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ചടങ്ങുകൾ വൈകിക്കേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് NDA നേതാക്കളുടെ യോഗം മോദിയുടെ അധ്യക്ഷതയിൽ ചേരും. നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിൽ ഇരു പാർട്ടികളും സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. ഇക്കുറി കണക്കുകൂട്ടലുകൾ പാടെ തകർന്ന നിലയിലാണ് BJP സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുന്നത്. 370 സീറ്റ് BJP തനിച്ച് നേടുമെന്നും 400 സീറ്റ് NDA സ്വന്തമാക്കുമെന്നും അവകാശപ്പെട്ടായിരുന്നു മോദിയും BJPയും തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത്. എന്നാൽ ഫലം വന്നപ്പോൾ കനത്ത തിരിച്ചടിയാണ് BJPയും NDAയും നേരിട്ടത്. കേവല ഭൂരിപക്ഷമായ 272 എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ പോലും BJPക്ക് സാധിച്ചില്ല. NDAക്ക് ആകെ ലഭിച്ചത് 291 സീറ്റുകളാണ്. അതായത് സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ മൂന്നാം മോദി സർക്കാർ സാധ്യമാകില്ലെന്ന് സാരം. 16 സീറ്റുള്ള TDPയും 12 സീറ്റുള്ള JDUവുമാണ് നിലവിൽ കിങ് മേക്കർമാർ. ഈ പാർട്ടികളുടെ നിലപാടായിരിക്കും NDAയിൽ നിർണായകമാകുക. നിതീഷിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിന്തുണ ഉറപ്പാക്കാൻ ഫലം വന്നതിന് പിന്നാലെ തന്നെ അമിത്ഷാ ഇരുവരെയും ബന്ധപ്പെട്ടിരുന്നു. അതേസമയം ഇന്ത്യ സഖ്യവും ഇരു നേതാക്കളുമായും ചർച്ച നടത്തി എന്നതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. 238 സീറ്റുകളാണ് സഖ്യത്തിനുള്ളത്. അതേസമയം വിലപേശൽ ശേഷി കൂടിയതോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിസ്ഥാനം അടക്കം ആവശ്യപ്പെടാനാണ് TDPയുടെ നീക്കമെന്നാണ് സൂചന. കൂടുതൽ മന്ത്രിസ്ഥാനങ്ങളും സ്പീക്കർ പദവിയും അവർ ആവശ്യപ്പെട്ടേക്കും. ഇനി നേതൃത്വം വഴങ്ങിയില്ലെങ്കിൽ ആന്ധ്രയിലെയും തെലങ്കാനയിലെയും BJP MPമാരെ പിളർത്തി NDAക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാനുള്ള നീക്കവും നടത്തിയേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. JDU ഇതുവരെയും മനസ്സ് തുറന്നിട്ടില്ല. പ്രധാനമന്ത്രി മോഹം ലക്ഷ്യം വെച്ച് പ്രതിപക്ഷ സഖ്യത്തിന് കരുനീക്കിയ നിതീഷ് കുമാർ ചെറിയ പദവികളിൽ ഒതുങ്ങാൻ തയ്യാറാകില്ലെന്ന് ഏറെക്കുറെ വ്യക്തമാണ്. ഇന്ന് വൈകിട്ട് ചേരുന്ന NDA യോഗത്തോടെ അടുത്തത് വീണ്ടും മോദി സർക്കാരോ അതോ ഇന്ത്യ സർക്കാരോ എന്നത് സംബന്ധിച്ച ചിത്രം ഏകദേശം തെളിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ വിലപേശലിന് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കച്ചമുറുക്കുകയാണ്. ഇരുവരും ഇന്ന് നടക്കുന്ന NDA യോഗത്തിൽ പങ്കെടുക്കും. നിതീഷിന്റെ JDUവിന് 12ഉം TDPക്ക് 16ഉം സീറ്റുമാണുള്ളത്. എന്നാൽ ഇരുവരും വൻ ഡിമാൻഡുകളാണ് മുന്നോട്ട് വെക്കുന്നത്. സ്പീക്കർ പദവി രണ്ടുപേരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം സ്പീക്കർ പദവി സഭയിൽ നിയന്ത്രണത്തിന് സഹായിക്കുമെന്നാണ് ഇരു പാർട്ടികളും കരുതുന്നത്. BJP ഇത്രയും കാലം അത് സഖ്യകക്ഷികൾക്ക് നൽകിയിരുന്നില്ല. എന്നാൽ ഇത്തവണ അതിന് വഴങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് കാണുന്നത്. നിതീഷ് കുമാർ പിന്തുണയുടെ കാര്യത്തിൽ മൗനം പാലിക്കുന്ന സാഹചര്യത്തിൽ BJP രണ്ടാമതൊന്ന് ആലോചിക്കാനുള്ള സാധ്യതയില്ല. നിതീഷ് കുമാറും തേജസ്വി യാദവും ഒരേ വിമാനത്തിലാണ് ബീഹാറിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ചത്. ഇരുവരും വിമാനത്തിൽ വെച്ച് ചർച്ചകൾ നടത്തിയെന്ന അഭ്യൂഹങ്ങളുമുണ്ട്. ഇത് BJPയുടെ ചങ്കിടിപ്പ് കൂട്ടുന്നതാണ്. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും മുമ്പ് NDA സഖ്യം വിട്ടിട്ടുള്ളവരാണ്. ചർച്ചകൾ എങ്ങും എത്തിയില്ലെങ്കിൽ സഖ്യം വിടാനും സാധ്യതയേറെയാണ്. 2014 ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്ക് ക്യാബിനറ്റ് ബർത്തും കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും മോദി സർക്കാരിൽ ലഭിച്ചിരുന്നു. ഇത്തവണ കൂടുതൽ പദവികൾ നായിഡു അതിനാൽ ആവശ്യപ്പെടും. ആന്ധ്ര തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കൂടി നേടിയ സാഹചര്യത്തിൽ 5 കേന്ദ്രമന്ത്രി സ്ഥാനം വരെ നായിഡുവിന് കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല. ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയും വലിയ അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 7 സീറ്റുകൾ അവർ നേടിയിട്ടുണ്ട്. ഷിൻഡെ ഇതുവരെ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് ബർത്ത് ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടി വളർത്തി എത്തിയതുകൊണ്ട് ഷിൻഡെ BJPയോട് കൂടുതലായി ഒന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. അതേസമയം BJPക്ക് ഇപ്പോൾ ഓരോ സീറ്റും നിർണായകമാണ്. അതുകൊണ്ട് സഖ്യത്തിൽ തന്റെ പാർട്ടിയുടെ സ്ഥാനം ശക്തിപ്പെടുത്താനാണ് ഷിൻഡെയുടെ ശ്രമം. ഇന്ന് വൈകിട്ടാണ് NDA യോഗം നടക്കുന്നത്. NDAക്കൊപ്പമാണെന്ന് ചന്ദ്രബാബു നായിഡു ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ലെന്നാണ് മുന്നണി രാഷ്ട്രീയം ഇന്ത്യയെ പഠിപ്പിച്ചത്. TDP ഒരിക്കലും JDU പലവട്ടവും മുന്നണി വിട്ട് വീണ്ടും തിരിച്ചെത്തിയവരാണ് എന്ന ഭൂതകാലം കൂടി കണക്കിലെടുക്കുമ്പോൾ തിരിച്ചു വരാമെന്ന് ഓർത്തുവെച്ച രാജി പ്രധാനമന്ത്രി പദത്തിൽ നിന്നുള്ള നരേന്ദ്രമോദിയുടെ യഥാർത്ഥ രാജി തന്നെയാവുമോ എന്ന് കാത്തിരുന്ന് കാണാം.